ശിശുക്ഷേമ സമിതിയിൽ നിന്ന് വീണ്ടും 2 കുഞ്ഞുങ്ങളെ കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. SAT ആശുപത്രിയിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോയത്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, എന്താണ് വീണ്ടും കുഞ്ഞുങ്ങൾക്ക് അസുഖമായി വീണ്ടും കൊണ്ടുപോകാനുണ്ടായ കാരണം? കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ജനിയ, ഇന്ന് രാവിലെയാണ് ശിശുക്ഷേമ സമിതിയിൽ രണ്ടാമതും ഒരു ശിശുവിൻ്റെ ഒരു കൈക്കുഞ്ഞിൻ്റെ ഒരു മരണം സംഭവിച്ചത്. അത് 5.5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് പാല് തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞ് മരിച്ചു എന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ വിശദമായൊരു മരണകാരണം എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാൻ കഴിയുകയുള്ളൂ. അത് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് ഈ മാസത്തിനിടെ, ഒരു മാസത്തിനിടെ തുടർച്ചയായ രണ്ടാമത്തെ ശിശുമരണമാണ്. ആദ്യം ഫെബ്രുവരി 28-ന് ഒരു 1.5 മാസം പ്രായമുള്ള കൊച്ചി ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ ശ്വാസതടസ്സത്തെ തുടർന്ന് അവിടെ കൊണ്ടുവരുന്നു. കുഞ്ഞ് മരണപ്പെടുകയുണ്ടായത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ ഒരു കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നു. ഇതൊക്കെ തന്നെ കൈക്കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ അല്പം മുമ്പാണ് ശിശുക്ഷേമ സമിതിയിൽ നിന്ന് വീണ്ടും 2 കുഞ്ഞുങ്ങളെ കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മുടെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ അത് 2 പേരെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന ആയമാർ അവിടെ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് നേരെ ആശുപത്രി SAT ആശുപത്രിയിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നതും. എന്താണ് ഈ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്, മാറ്റുന്നതിനുള്ള കാരണങ്ങൾ നമുക്ക് ഇപ്പോൾ അറിവായിട്ടില്ല. എന്തായാലും അസുഖത്തെ തുടർന്ന് തന്നെയാണ് ഇവരെ SAT ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ശിശുക്ഷേമ സമിതിയിലെ കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് കാരണം ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജിലേക്കാണ് മാറ്റിയത്. സുരക്ഷിതമായ സ്ഥലത്തേക്കാണ് അവരെ മാറ്റിയത്. കാരണം പണി നടക്കുന്നതിന് തീരെ കുഞ്ഞുങ്ങളെയാണ് ആ ലോഡ്ജിലേക്ക് മാറ്റുകയും അതോടൊപ്പം മുതിർന്ന കുട്ടികളെ അതിൻ്റെ സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. ഇതിന് കാരണം പറയുന്നത് ശിശുക്ഷേമ സമിതിയിലെ അറ്റകുറ്റപ്പണികൾ, കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയതെന്ന്. ഈ കുഞ്ഞുങ്ങളെ മാറ്റിയെടുത്ത്, അതായത് തീരെ കൊച്ചു കുഞ്ഞുങ്ങളെ മാറ്റിയെടുത്തൊക്കെ അവർക്ക് അത്രയും തന്നെ ഉള്ള ഒരു സുരക്ഷ, അവരെ പരിപാലിക്കാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ കുറവാണ്, തീരെ അസൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇവരെ മാറ്റിയത് എന്ന രീതിയിൽ ആക്ഷേപമൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും ഒരു കുഞ്ഞ് രാവിലെ മരണപ്പെട്ടു. അത് തന്നെ ഒരു മാസത്തിനിടെ ഉണ്ടായ രണ്ടാമത്തെ മരണമാണ്. കൈക്കുഞ്ഞുങ്ങളാണ് മരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാം 2 ആയമാർ കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുപോകുന്ന, അതും ഈ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ പൊതിഞ്ഞാണ് കൊണ്ടുപോകുന്ന കാഴ്ച കാണുന്നത്. ഇവർക്കും അസുഖത്തെ തുടർന്ന് തന്നെയാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഈ മുമ്പ് ഇത്തരത്തിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അമൃത വാർത്തകളാണ് ഈ വിവരം, ശിശുക്ഷേമ സമിതിയിൽ ഈ രീതിയിൽ കുഞ്ഞ് മരണപ്പെട്ടു. ഏറെക്കുറെ 20ഓളം കുട്ടികൾ SAT ആശുപത്രിയിലും തൈക്കാട് ആശുപത്രിയിലുമായി ചികിത്സയിലാണ് എന്ന കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം അവിടുത്തെ ജനറൽ സെക്രട്ടറി, ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ പ്രതികരണം നമ്മൾ ആരാഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇതിൽ അസ്വാഭാവികതയില്ല. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവർക്ക് ആർക്കെങ്കിലും ഒരു രോഗം പിടിപെട്ടാൽ സ്വാഭാവികവും മറ്റു കുഞ്ഞുങ്ങളെ അത് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ പനിയോ മറ്റ് ചുമയോ ആ രീതിയിലുള്ള പകർച്ചവ്യാധികൾ വരുമ്പോൾ കുഞ്ഞുങ്ങളെ മുഴുവനും ആശുപത്രിയിലാക്കാറുണ്ട്. അങ്ങനെ ആക്കുമ്പോൾ അവരെ വിദഗ്ധ പരിചരണത്തിനൊക്കെ അവരെ പരിചരണത്തിന് വിധേയമാക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആശുപത്രിയിലാക്കിയത്. മാത്രമല്ല മരിച്ചുപോയ കുഞ്ഞിന് അത് എന്താണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. നിലവിൽ അതിൽ അസ്വാഭാവികതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സമാനമായ സ്ഥിതിയാണ് രാവിലെയും ഒരു കുഞ്ഞിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്തു. അവിടെയും അസ്വാഭാവികത ഇല്ല എന്ന രീതിയിലാണ്. എങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഇപ്പോഴും 2 കുഞ്ഞുങ്ങളെ SAT ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താണ് ഈ കുഞ്ഞുങ്ങളെ ഉടനെ തന്നെ അതും തീരെ ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ്, മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഈ രീതിയിൽ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നു, അടിയന്തരമായി കുഞ്ഞുങ്ങളെ മാറ്റുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് മുഴുവനായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസുഖം എന്തുകൊണ്ട് ഒരുമിച്ചുണ്ടായി എന്നാണ് അറിയേണ്ടത്. അതോ ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ പനിയോ ചുമയോ പോലെ പകർച്ചരോഗങ്ങൾ കുഞ്ഞുങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും അതുമായി ബന്ധപ്പെട്ടൊരു സീസണാണ്. ആ രീതിയിൽ തന്നെ ബാധിച്ചതാണോ? അതോ ഈ മറ്റൊരു ആക്ഷേപം ഉയർന്നു കേൾക്കുന്നത് പോലെ ഇപ്പോൾ ഇവരെ മാറ്റിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, ഒരു തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു, അവിടെ പരിപാലിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല എന്നുള്ള ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ മറുപടി അല്ലെങ്കിൽ പ്രതികരണം ആരായാനായി ശിശുക്ഷേമ സമിതി ചെയർമാൻ, ഇപ്പോൾ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി, അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല. അദ്ദേഹം നാളെ ഇവിടെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇതിനകത്ത് ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉറപ്പായും ലഭിക്കേണ്ടതാണ്. എന്താണ് ഇതിൻ്റെ ഒരു കാരണമെന്നത്. നിലവിൽ ഇതാണ് ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ഇപ്പോൾ വീണ്ടും 2 കുഞ്ഞുങ്ങളെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.